السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. രണ്ടാമത്തെ വർഷമാണ് അടുത്ത 2025-26 ഇരിക്കുന്ന പ്രിയങ്കരായ നേതാക്കൾ, ക്ഷണിതാക്കൾ, ഷറഫുന്നിസയുടെ കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, മിത്രങ്ങൾ, പ്രിയപ്പെട്ട അധ്യാപകർ, വിദ്യാർത്ഥികൾ ഇന്ന് അധികമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി അവരുടെ ഉത്സവം എന്ന മാതിരി ഉള്ള സ്കൂൾ ഡേ ആയതുകൊണ്ട് അവരിവിടെ ഇല്ല. സാധാരണ ഈ ആനിവേഴ്സറി ദിവസം ഭയങ്കര ഒരു ബഹളമാണ്. അപ്പോൾ പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നു, ഇത് ഇങ്ങനെയുള്ള ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇവിടെ ബഹളം ഉണ്ടാകരുത്, ഒരു ചെറിയ മീറ്റിംഗാണ്, അത് കഴിഞ്ഞ് മോഹർ നമസ്കരിക്കേണ്ടതുകൊണ്ട് അതുകൊണ്ട് അവരുടെ സാന്നിധ്യം ഇവിടെ ഇല്ല. സ്കൂളിൻ്റെ ബഹുമാനപ്പെട്ട ഹെഡ് മിസ്ട്രസ് സുരിത ടീച്ചർ വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ PTA ചെയർമാനും വന്നിട്ടുണ്ട്, അവരും വേദിയിൽ ഇവിടെ സ്റ്റേജിൽ വന്നിരിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. എന്ന സ്തുത്യർഹമായ ഈ പ്രോജക്റ്റിന് കാരണഭൂതരായ വ്യക്തികളെ പരിചയപ്പെടുത്തുകയാണ്. കൊല്ലം ജില്ലയിലെ മയ്യനാട് തെങ്ങഴികം തറവാട്ടിലെ ജനാബ് ജൈനുദ്ദീൻ കുഞ്ഞിന്റെയും ഖദീജ ബീവിയുടെയും മകനായി 1920 ജനിച്ച ജി മുഹമ്മദ് കുഞ്ഞ് അദ്ദേഹത്തിന്റെ പ്രിയപത്നിയെ നഫീസ ബീബി എന്നിവരുടെ പേരിൽ എൻ്റെ പ്രിയ മാതാവ് ശ്രീമതി M. ഷറഫുൽസ സമർപ്പിച്ച കെട്ടിടമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഞങ്ങൾ പേരക്കുട്ടികൾ വാപ്പിച്ചി എന്ന സ്നേഹപൂർവ്വം വിളിക്കുന്ന ജി മുഹമ്മദ് കുഞ്ഞ് സാഹിബ് പ്രീ ഇൻഡിപെൻഡന്റ് പീരീഡിലെ വിദ്യാഭ്യാസ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടിയ വ്യക്തിയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എംപ്ലോയി ആയിരുന്നു, സദേൺ റെയിൽവേസിന്റെ എംപ്ലോയി ആയിരുന്നു. അക്കൗണ്ട്സ് ഓഫീസറായിട്ടാണ് അദ്ദേഹം റിട്ടയർ ചെയ്തത്. ജോലി സംബന്ധമായിട്ട് ദക്ഷിണേന്ത്യയിലെ പല ഭാഗത്തും അദ്ദേഹത്തിന് സഞ്ചരിക്കേണ്ടതായി വന്നു. അദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ എടുത്തു പറയേണ്ട ഒരു ആട്രിബ്യൂട്ട് വിദ്യാഭ്യാസത്തിന് അദ്ദേഹം നൽകിയ പ്രാധാന്യം തന്നെയാണ്. തൻ്റെ 5 പെൺകുട്ടികളെ ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം ഒരുക്കുകയും പിൽക്കാലത്ത് അവർ വലിയ വലിയ പൊസിഷൻസിൽ ഇരിക്കുകയും ചെയ്തതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം. മുസ്ലിം സമുദായത്തിൻ്റെ, പിന്നോക്ക സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ നവോത്ഥാന നായകന്മാരെയൊക്കെ നമുക്കറിയാം. പക്ഷെ ഇത്തരത്തിൽ അറ്റ് എ ഗ്രാനുലർ ലെവൽ യാഥാസ്ഥിക കുടുംബത്തിൽ നിന്ന് വരികയും എന്നാൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം നൽകുകയും ചെയ്ത വാപ്പിച്ചിയെ പോലത്തെ അൺസങ് ഹീറോസിന്റെ കഥകളും നമ്മൾ അറിയേണ്ടതാണ്. നഫീസ ബീവി എന്ന ഞങ്ങളുടെ ഉമ്മിച്ചാമ ഒരു സാധാരണ വീട്ടമ്മയായിരുന്നു. എപ്പോഴും ഇതര സംസ്ഥാനത്ത് ജോലി ചെയ്തിരുന്ന വാപ്പിച്ചിയുടെ ആബ്സെൻസിൽ 5 മക്കളെ പഠിപ്പിക്കുക എന്ന് മാത്രമല്ല എല്ലാവർക്കും പ്രിയങ്കരിയായിരുന്ന ഒരു സ്ത്രീയായിരുന്നു. ഉമ്മിച്ചാമ്മയുടെ ഉദാരശീലം സ്വഭാവത്തെപ്പറ്റി ഞങ്ങൾ കുട്ടികൾ വളരെയധികം കേട്ടറിഞ്ഞിട്ടുണ്ട്. അതിലെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം, ഒരു സർക്കാർ ആശുപത്രി മയനാട് ഞങ്ങളെ തറവാടിന് തൊട്ടടുത്തായിട്ടുണ്ട്. അവിടെ വരുന്ന ബുദ്ധിമുട്ടിൽ കഴിയുന്ന പലരുടെയും, നിരാലംബരായ പലരുടെയും വിശപ്പടക്കി എന്നതാണ് ഉമ്മിച്ചാമ്മയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു കാര്യം. ലീഡിങ് ബൈ എക്സാമ്പിൾ എന്ന കോൺസെപ്റ്റാണ് നമ്മളിവിടെ കാണുന്നത്. ഈ നന്മയുടെ പ്രതിഫലനം ഞാൻ എൻ്റെ ഉമ്മയിലും കണ്ടിട്ടുണ്ട്. മുമ്പ് ഒരു പള്ളിക്ക് കിണർ ചെയ്തു കൊടുക്കുമ്പോഴും ഇന്നിവിടെ ഇതിൻ്റെ ഉദ്ഘാടനത്തിനും ഒക്കെ ബന്ധപ്പെട്ട് വളരെ
സഹോദരികൾക്കും എൻ്റെ സഹോദരന്മാർക്കും എൻ്റെ മക്കളുടെ തലമുറയിലുള്ള കുട്ടികൾക്കും ഉമ്മിച്ചാമ്മയുടേതും എൻ്റെ ഉമ്മയുടേതും ഒക്കെ അടങ്ങുന്ന ഈ മാതൃകാപരമായിട്ടുള്ള നേട്ടങ്ങൾ എക്സാമ്പിൾ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വാപ്പിച്ചിയും ഉമ്മിച്ചാമ്മയെ പറ്റി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇവരൊരു മാതൃകാ ദമ്പതികളാണെന്നാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത്. എന്ന് മാത്രമല്ല, അവർ ജീവിച്ചിരിക്കുമ്പോൾ സന്തോഷത്തോടുകൂടി യാതൊരു സ്വരച്ചേർച്ചയും ഇല്ലാതെ ജീവിച്ചു എന്ന് മാത്രമല്ല, ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും മരണപ്പെട്ടത് പരിശുദ്ധ റമളാനിലെ 27-ാം രാവിലാണ്. 7 വർഷങ്ങൾ വ്യത്യാസത്തിൽ രണ്ടുപേരും. അപ്പോൾ മരണത്തിലും അവർ ഒന്നിച്ചു തന്നെയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഇന്നിവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നത് വാപ്പിച്ചിയുടെ, അതായത് ജി മുഹമ്മദ് സാഹിബിന്റെ വിദ്യാഭ്യാസത്തിനോടുള്ള ബഹുമാനവും ഉമ്മിച്ചാമ്മയുടെ നഫീസ ബീവിയുടെ ഉദാരമനസ്കതയുടെയും ഒരു സംയമനമാണ് ഇന്ന് നമ്മൾ ഇവിടെ കാണുന്നത്. സമന്വയമാണ് നമ്മൾ ഇന്നിവിടെ കാണുന്നത്. ഈ സംരംഭത്തിന് സർവേശ്വരൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിയട്ടെ. ഇത് നമുക്കൊരു പ്രതീകമാകട്ടെ. ഇതിനുള്ള ബർക്കത്ത് നമ്മൾ എല്ലാവരും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വാഖിർ ദവാഹും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അത് നടപ്പിലാക്കുകയും ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് അത് നടപ്പിലാക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ന്യൂനപക്ഷത്തിൻ്റെ ഒത്തിരി കാര്യങ്ങൾ, ഇവിടുത്തെ പ്രബല രാഷ്ട്രീയ പാർട്ടിയായ മുസ്ലിം ലീഗ് പോലും ഇതിനെ തുടർന്നാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പോയതൊക്കെ രാഷ്ട്രീയമാണ്. അപ്പോൾ ഇതിനകത്തുള്ള ഒരു താല്പര്യങ്ങളുടെ കാര്യം പറയുകയാണ്. എനിക്കൊരു ബുദ്ധിമുട്ടുകൂടെ ഉണ്ടായിട്ടില്ല. ഇവിടെ വന്ന പേരൻസിനെല്ലാം സ്നേഹം തന്നെ. ചില ആലിന്യങ്ങൾ ഇവിടെ വരാറുണ്ട്, അവരെല്ലാം പ്രേരണ പറയും. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ ശ്രീമതി ഷറഫുദ്ദീൻ നൽകുകയും ചെയ്തുകൊണ്ടാണ് ഈ പ്രശ്നം ഇവിടെ ഉന്നയിക്കപ്പെട്ടത്. ഇതിനകത്ത് മറ്റൊരു പ്രധാന കാര്യം, ഞങ്ങൾ പണക്കാരും ഈ സ്കൂളിൽ കണ്ണനല്ലൂരിൽ ഏകദേശം അരനൂറ്റാണ്ട് കാലത്തിന് മുമ്പ് ആരംഭിച്ച ഈ സ്കൂൾ അടക്കം MESന്റെ കൊല്ലം ജില്ലയിൽ ഇപ്പോൾ നിലവിൽ 7 സ്കൂളുകളാണ് ഉള്ളത്. ഏകദേശം 12ഓളം സ്കൂളുകൾ ഒരു ഘട്ടത്തിൽ യുവജന വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ യുവജന വിഭാഗത്തിന്റെ വിപ്ലവകാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. അതായത് പതാരത്തും ഓയൂര്, മാമൂട്, കുളപ്പാടം, വെളിച്ചിക്കാല അങ്ങനെ തുടങ്ങിയ നഷ്ടപ്പെട്ടു പോയ സ്കൂളുകളടക്കം ഏകദേശം 12ഓളം സ്കൂളുകൾ കൊല്ലം ജില്ലയിൽ യുവജന വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ അതാത് പ്രദേശങ്ങളിലുള്ള MESകാർ സ്ഥാപിച്ച് പ്രവർത്തിപ്പിച്ചു വരികയായിരുന്നു. കാലക്രമേണ വിദ്യാഭ്യാസ രംഗത്തുള്ള മാറ്റങ്ങൾ, വലിയ വലിയ മുതലാളിമാർ സ്വന്തം നിലയിൽ സ്കൂളുകൾ ഉണ്ടാക്കി അതൊരു ലാഭ കുതിയോടുകൂടി അതിന് വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കി അവർ ഈ സാമൂഹ്യ നീതിക്ക് അതീതമായ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ ഫലമായി ഒട്ടേറെ സ്കൂളുകളിലും വിദ്യാഭ്യാസ രംഗത്തും വിപ്ലവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇതുപോലെ കുറഞ്ഞ നിരക്കിൽ സാമൂഹ്യ പ്രതിബദ്ധതയോടെ അരനൂറ്റാണ്ട് കാലത്തിനു മുമ്പുണ്ടായിരുന്ന പിന്നോക്ക വിഭാഗത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ മൂല്യച്യുതിയെ പരിഗണിച്ചുകൊണ്ട് ആരംഭിച്ചിട്ടുള്ള സ്കൂളുകൾക്കൊക്കെ ഏറ്റവും കുറഞ്ഞ ഫീസ് നിരക്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എല്ലാ വിദ്യാർത്ഥികൾക്കും എത്തിക്കുക എന്ന ആ കാലത്തെ വലിയ ലക്ഷ്യം മുന്നിട്ടുകൊണ്ട് പ്രവർത്തിച്ച സ്കൂളുകളിൽ ഒന്നാണ് കണ്ണനല്ലൂർ അടക്കമുള്ള MESന്റെ കൊല്ലം ജില്ലയിലെ ഇന്ന് നിലവിൽ നിൽക്കുന്ന 7 സ്കൂളുകൾ. പന്മനയിൽ ഈ സ്കൂളുകളുടെ ഈ യുവജന വിഭാഗത്തിന്റെ വിപ്ലവ സമയത്ത് പല തരത്തിലായി പല ആളുകളും സ്പോൺസർ ചെയ്തും ഓരോ സെന്റ് വസ്തു വാങ്ങിയൊക്കെ നൽകി 8.5 ഏക്കറോളം ഭൂമി സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവരുടെ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം അവരുടെ ഫാമിലിയിൽപ്പെട്ട മറ്റ് അംഗങ്ങളുടെ എല്ലാം താല്പര്യപ്രകാരവും എല്ലാം കൂടി ഒരുമിച്ച് വന്നപ്പോൾ ഒരു മഹത്തായ സംരംഭം ഇവിടെ ഉണ്ടായി എന്ന് ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രക്കാരൻ്റെ ജീവിതം പോലെയാണ്. ആരും ഇവിടെ സ്ഥിരമായിട്ട് വന്നവരല്ല, നമ്മളെല്ലാം പോകേണ്ടവരാണ്. പോകുമ്പോൾ നാം ഇനി പോകുന്ന ഭാഗത്ത് നമുക്ക് സുഖവും സംതൃപ്തിയും സമാധാനവും